അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. എല്ലാ സഹോദരിമാർക്കും റാഹത്തല്ലേ. എല്ലാവിധ അസുഖങ്ങളും മാറാനും തലച്ചോറ് സംബന്ധമായ അസുഖം മാറാനും മറവികൾ മാറാനും ശാരീരികമായ മാനസികമായ അസുഖങ്ങൾ മാറാനും ഈ പറയുന്ന ദുആകൾ, ദിക്റുകൾ, സ്വലാത്തുകൾ നിങ്ങൾ മുടങ്ങാതെ ചൊല്ലുക. ബദരീങ്ങളുടെ പേരിൽ 313 ഫാത്തിഹ നിയ്യത്താക്കി ഓതിയാൽ എല്ലാ പ്രയാസങ്ങളും വിഷമങ്ങളും രോഗങ്ങളും എല്ലാം മാറുന്നതാണ്. ഒരു സഹോദരി എന്നോട് കമൻറ്റിലൂടെ ചോദിച്ചു, മറവി മാറാനും തലച്ചോറ് സംബന്ധമായ അസുഖം അത് മാറാനും ഡോക്ടർമാരായ 3 ശേഖന്മാരുടെ പേരിൽ 3 ഫാത്തിഹായും 3 യാസീനും ഓതി മഗ്‌രിബിന് ഓതി വെള്ളത്തിൽ മന്ത്രിച്ച് കുടിക്കുക. നിയ്യത്ത് വെച്ച് ഈ യാസീനും ഫാത്തിഹായും ഓതി വെള്ളത്തിൽ മന്ത്രിച്ച് കുടിക്കുക. എന്നും അത് ചെയ്യണം മുടങ്ങാതെ. ഹൈള് ഉള്ളപ്പോൾ നമ്മളത് ചെയ്യേണ്ട. അതിന് പകരം ആരെങ്കിലും കൊണ്ട് നമ്മൾ 3 ഫാത്തിഹായും 3 യാസീനും ആരെങ്കിലും കൊണ്ട് നിങ്ങളുടെ അസുഖം, ഇന്ന ആളുടെ അസുഖം മാറാൻ വേണ്ടി ഞാൻ നിയ്യത്ത് ചെയ്തു ഓതുന്നു എന്ന് പറഞ്ഞ് വേറൊരാൾ ഓതിയാലും മതിയാകും. അപ്പോഴും നമ്മൾ ആ ഓതുന്ന ശേഖന്മാർക്ക് വേണ്ടി, ഡോക്ടർമാരായ ശേഖന്മാർക്ക് വേണ്ടി ഓതുന്നത് മുടങ്ങാതിരിക്കാൻ കഴിവതും ശ്രദ്ധിക്കുക. വയ്യാതിരിക്കുന്ന സമയം നമ്മൾ വേറെ ആരെങ്കിലും കൊണ്ട്, മക്കൾ വല്ലതും ഉണ്ടെങ്കിൽ മക്കളെ കൊണ്ടൊക്കെ ഓതിപ്പിക്കുക. ഇതിൻ്റെ കൂടെ അസ്മാഉൽ ഹുസ്ന, സുബഹിക്ക് 10 തവണ അസ്മാഉൽ ഹുസ്ന ഈ തലച്ചോറ് സംബന്ധമായ അസുഖമുള്ളവർ നിയ്യത്ത് ചെയ്ത് ഓതുക. വരാനിരിക്കുന്ന ആപത്തുകൾ മാറാൻ അള്ളാഹുവിൻ്റെ ഈസ്മ പതിവാക്കുക. യാ ബാരിഉ യാ അല്ലാഹ് എന്ന ഈ ഈസ്മ നിരന്തരം ചൊല്ലുക. നിരന്തരം മുടങ്ങാതെ നിരന്തരം ചൊല്ലുക. ഓർമ്മശക്തി വർദ്ധിക്കാൻ, മറവി നീങ്ങാനും ഒരു സ്വലാത്താണ്. ഈ സ്വലാത്ത് ഇശാ മഗ്‌രിബിൻ്റെ ഇടയിലാണ് ചൊല്ലേണ്ടത്. ആ സമയം കഴിഞ്ഞു പോകരുത്. ആ കറക്റ്റ് സമയത്തിന് തന്നെ ഈ സ്വലാത്ത് ചൊല്ലണം. എത്ര വേണമെങ്കിലും ചൊല്ലാം. ചുരുങ്ങിയത് ഒരു 33 തവണയോ 11 തവണയോ ചൊല്ലണം. മറന്നു പോകരുത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുമ്മ സല്ലി വസല്ലം വബാരിക് അലാ സയ്യിദിനാ മുഹമ്മദിൻ വ അലാ ആലിഹി കമാല നിഹായത ലിക മാലിക വ അദദ കമാലിഹി. എന്ന ഈ സ്വലാത്ത് ഇശാ മഗ്‌രിബിൻ്റെ ഇടയിൽ ചൊല്ലണം. 33 തവണയോ 11 തവണയോ ഓതി അള്ളാഹുവിനോട് ദുആ ചെയ്യുക. നല്ല ഇഖ്ലാസോടെ ഈ പറഞ്ഞ കാര്യങ്ങൾ മൊത്തം ചെയ്യുക. അസുഖങ്ങൾ പടച്ചവൻ മാറ്റിത്തരും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയുൽ അലീം. ഈ ദുആ 313 വട്ടം നിയ്യത്താക്കി, നിയ്യത്ത് കറക്റ്റായിട്ട് ഓതിയിരിക്കണം. അല്ലെങ്കിൽ നമ്മൾ ഓതിയിട്ട് പ്രയോജനമില്ല. 313 തവണ ബിസ്മിയോട് കൂടി വലാ ഹൗല ഓതണം. അത് കഴിഞ്ഞ് 41 ഫാത്തിഹ ഓതി ദുആ ചെയ്യണം.
ഫാത്തിഹ എല്ലാ രോഗത്തിനും ശിഫയാണ്. നമ്മൾ ഓതി വെള്ളത്തിൽ മന്ത്രിച്ച് കുടിച്ചാൽ ഏത് അസുഖത്തിനും ശിഫയാകുന്നതാണ്. 1,00,000 ഇസ്തിഗ്ഫാർ ചൊല്ലുക. അസ്തഗ്ഫിറുല്ലാഹിൽ അലീം എന്ന് 1,00,000 ഓതി അള്ളാഹുവിനോട് ദുആ ചെയ്യുക. ഏത് അസുഖവും ശിഫയാകുന്നതാണ്. അപകടത്തെ തൊട്ട് കാക്കാൻ ഒരു ദുആ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മിയോട് തന്നെ ഓതണം. ലാ ഇലാഹ ഇല്ലല്ലാഹു മലിക്കുൽ ഹക്കീം മുബീൻ. ഈ ദുആ നിങ്ങൾക്ക് കഴിയുന്നത് അനുസരിച്ച് ഓതാം. എത്ര എണ്ണം എന്നൊന്നുമില്ല, നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ എത്ര വേണമെങ്കിലും ഓതാവുന്നതാണ്. അപകടത്തെ തൊട്ട് എല്ലാവരെയും പടച്ചവൻ കാത്തുരക്ഷിക്കട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. എല്ലാം നിയ്യത്ത് വെച്ച് ഓതിയതിന് ശേഷം ദുആകളും ദിക്റുകളും സലാത്തുകളും ഇസ്മുകളും ഓതിയതിന് ശേഷം നമ്മൾ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ 3 സലാത്ത് ചൊല്ലി അവസാനിപ്പിക്കുക. ഇല്ലെങ്കിൽ ആ ദുആ അങ്ങ് അള്ളാഹുവിൻ്റെ അടുക്കൽ എത്തില്ല. അത് എത്താൻ നമ്മൾ മുത്ത് നബിയുടെ പേരിൽ 3 സലാത്ത് ഓർമ്മയോടെ ചൊല്ലുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.